എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അബുദാബിയിലുള്ള ബാബ്സ് ഹിന്ദു മന്ദിർ കാണാനാണ് പോകുന്നത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളത് രജിസ്റ്റർ ചെയ്തിട്ട് വേണം പോവാൻ. അതല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ടും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ബാബ്സ് ഹിന്ദു മന്ദിർ എന്ന സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9 AM ടു നൈറ്റ് 8 PM വരെയാണ്. അതുപോലെ മൺഡേ ആണ് ഹോളിഡേ. ട്യൂസ്ഡേ മുതൽ സൺഡേ വരെ നമുക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. പോകുമ്പോൾ കയ്യിൽ നമ്മുടെ എമിറേറ്റ്സ് ID കൊണ്ടുപോകണം. കാരണം അതവിടെ കാണിച്ച ശേഷമാണ് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശനമുള്ളത്. അതുപോലെ ഗംഗ ആരതി വൈകുന്നേരമാണ് നടക്കുന്നത്. വീക്ക് ഡേയ്സിലാണെങ്കിൽ 7:30-ക്കും ഹോളിഡേയ്സിലും വീക്കെൻഡിലും 6:45-നും 7:30-ക്കും 2 ആരതിയാണുള്ളത്. പക്ഷേ ഞങ്ങൾ രാവിലെയാണ് പോയത്. അതുകൊണ്ട് തന്നെ ഗംഗ ആരതിയിലൊന്നും പങ്കെടുക്കാൻ സാധിച്ചില്ല. ഞങ്ങൾക്ക് ടൈം കിട്ടിയത് രാവിലെ 9 മണിക്ക് തന്നെയാണ്. രാവിലെ 6 മണിക്ക് വന്നതുകൊണ്ട് തന്നെ 8 മണിയായപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. പിന്നെ ഫുഡ് മാനിയ എന്ന റെസ്റ്റോറൻറ്റിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അമ്പലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയത്. അങ്ങനെ 9 മണിയായപ്പോഴേക്കും നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് നമ്മുടെ ബാഗിൽ ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. എൻ്റെ ബാഗിൽ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ കൊണ്ടുവച്ച ശേഷമാണ് നമുക്കവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് അമ്പലത്തിലേക്ക് പ്രവേശനമുള്ളൂ. നല്ല സമ്മർ സമയത്താണ് നമ്മൾ ഈ അമ്പലം വിസിറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ സമയത്ത് നമുക്ക് അവിടെ നിന്ന് വെള്ളവും അതുപോലെ തന്നെ കുടയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ കയറുന്നതിന് മുന്നേറ്റ് ഇതുപോലത്തെ കുറേ കുടമണികൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ്റൂം സൗകര്യം അതുപോലെ തന്നെ ഷൂ റാക്കും താഴെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ താഴെയുള്ള ഭാഗങ്ങളെല്ലാം ഞാനൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടു നോക്കാം. ഏഴ് മൂർത്തികളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അമ്പലത്തിൻ്റെ റൂഫിലായി പഞ്ചഭൂതങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോ മൂർത്തിക്ക് മുന്നിലുള്ള തൂണുകളിലും അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന രൂപങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. അമ്പലത്തിന് ചുറ്റുമായി പണി കഴിപ്പിച്ചിട്ടുള്ള കൊത്തുപണികളെല്ലാം മനോഹരമാണ്. 27 ഏക്കറിലായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. 2024 ഫെബ്രുവരി 14-നാണ് അമ്പലം ഓപ്പൺ ചെയ്തത്. അമ്പലത്തിന് ചുറ്റും സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ജലത്തിലാണ് വൈകുന്നേരം ഗംഗ ആരതി നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലമൊക്കെ തൊഴുത് കഴിഞ്ഞ ശേഷം പിന്നെ തിരിച്ചു പോരുകയാണ്.
പാർക്കിങ്ങിനൊക്കെ നിറയെ സ്പേസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് അധികം കാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇറങ്ങിയപ്പോഴേക്കും നിറയെ വണ്ടികളെല്ലാം അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. തിരിച്ചു വരുമ്പോൾ ജബലലിയിലുള്ള ഹിന്ദു ടെമ്പിളും കൂടി വിസിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അവിടെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 8:30 വരെയാണ് ടൈമിങ്. ജബലലിയിലുള്ള ഹിന്ദു ടെമ്പിളിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെ ജബലലി ടെമ്പിൾ വിസിറ്റ് ചെയ്ത ശേഷം തൊട്ടടുത്തായിട്ട് തന്നെ ഗുരു നാനാക്ക് ദർബാറാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് സിഖ് ടെമ്പിൾ. അവിടെ എത്തിയപ്പോഴേക്കും ഉച്ച സമയമായിരുന്നു. അവിടെ നിന്നും പ്രസാദമൊക്കെ കഴിച്ച ശേഷമാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അങ്ങനെ അമ്പലങ്ങളെല്ലാം വിസിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ പോരുന്ന വഴിക്കുള്ള ചില കാഴ്ചകൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.